ഹായ് ഹലോ ഇത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ച വമ്പൻ ട്വിസ്റ്റുകളായിരിക്കും നമ്മുടെ ഏത് ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രതീക്ഷ നിമിഷങ്ങളാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതിയും അശ്വിനും കണ്ടു കഴിഞ്ഞാൽ ഈ കീരിയും പാമ്പും പോലെ ആയിരുന്നു. അങ്ങനെ ആ ഒരു സ്വഭാവമെല്ലാം മാറി ഇപ്പോൾ അത്യാവശ്യം ശ്രുതി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തായിരുന്നു നമ്മുടെ അഞ്ജലിയുടെ ആ ഒരു ദേഷ്യം വന്നിട്ട് അഞ്ജലി ഇറങ്ങി പോവുകയും പിന്നെ അവിടെ ചെറിയൊരു വഴക്കും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം മാറി സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ ഒരു പൂജ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പൂജയുടെ തയ്യാറെടുപ്പിനാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ആ പൂജയിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പൂജ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ലാവണ്യ ഒരു നല്ല പെൺകുട്ടിയാക്കി മാറ്റിയെടുക്കണം എങ്ങനെയാണെന്നൊക്കെ രീതിയിൽ ശ്രുതി ലാവണ്യെ ഇത് ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം അശ്വിനെ ഈ ഒരു പൂജയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രുതി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മുത്തശ്ശി ശ്രുതിയോട് പറയുന്നത് എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ ശ്രുതിയുടെ ചേച്ചിയും അമ്മായിയും എല്ലാവരും വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാണ്. പക്ഷേ താൻ വിളിക്കുമ്പോൾ അവർ വരത്തില്ല, മുത്തശ്ശി ഒന്ന് സംസാരിച്ച് നോക്കാമോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കൊണ്ട് അമ്മായിയെയും പ്രീതിയെയും കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്യാമും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായി കോൾ എടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പൂജയുണ്ടെന്നും നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നത്. അപ്പോൾ അത്രത്തോളം സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അമ്മായിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്യാമിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും തനിക്ക് ആ ഒരു പൂജയിൽ പങ്കെടുക്കണം, പക്ഷേ അവിടെ ശ്രുതി ഉള്ളത് കൊണ്ട് തന്നെ, ശ്രുതിയുടെ വീട്ടുകാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ പൂജയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇത് മുടക്കേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പിന്നെ എൻ്റെ ജീവിതം തന്നെ തകർന്നുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമ് വലിയൊരു ചതിക്കുഴി ഒരുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ ആ ഒരു നിർബന്ധപ്രകാരം, അവരുടെ ആ ഒരു ക്ഷണപ്രകാരം പ്രീതിയും അമ്മായിയൊക്കെ കൂടി അശ്വിൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അശ്വിൻ്റെ വീട്ടിലോട്ട് എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവരെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും നമ്മുടെ പ്രീതിയും അമ്മായിയൊക്കെ അകത്തോട്ട് കയറ്റിയിരുത്തുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് പ്രീതിയെ കണ്ടിട്ട് ആകാശ് ഓടി വരികയും പിന്നെ പ്രീതിയെ കണ്ടിട്ട് അത്രത്തോളം സന്തോഷമായി. കാരണം ആകാശിന് പ്രീതിയെ ഇഷ്ടമാണ്, പക്ഷെ പ്രീതിയോട് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രീതിക്കും ചെറിയൊരു ഇഷ്ടം ആകാശിനോടുണ്ട്. അപ്പോൾ ആ ഒരു പ്രണയം ഇങ്ങനെ പൂത്തുലയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. എന്തായാലും അവർ മുന്നോടിയായിട്ട് ഇങ്ങനെ കണ്ണും നോക്കി നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം തൻ്റെ മകന് വലിയൊരു കോടീശ്വരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് മനോരമ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അതും തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ശ്രുതിയുടെ ചേച്ചി, അതും അത്യാവശ്യം കാശൊന്നും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിൽ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവരുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അശ്വിനെ കൊണ്ട് എങ്ങനെയെങ്കിലും പൂജയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ശ്രുതി നിൽക്കുവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അശ്വിനെ ഏൽപ്പിക്കുകയും ആ ഒരു ശ്രുതിക്ക് സഹായിയായിട്ട് ഉള്ള രീതിയിൽ അശ്വിൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ നമ്മുടെ ശ്യാമ് വലിയൊരു ചതിക്കുഴി അശ്വിനും ശ്രുതിക്കും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചതിക്കുഴി അറിയാതെ തൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി. അങ്ങനെ അവർ ആ ഒരു പൂജയിലൊക്കെ പങ്കെടുത്ത ആ ഒരു നിമിഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പോലീസുകാർ അശ്വിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. എന്നിട്ട് എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് അത് നമ്മുടെ അശ്വിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നത്. പക്ഷെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നുള്ള കാര്യം അവർ കറക്റ്റായിട്ട് പറഞ്ഞില്ല. അശ്വിനെ പെട്ടെന്ന് തന്നെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ മാക്സിമം അഞ്ജലിയൊക്കെ കരഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആരും അശ്വിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ നേരെ ജയിലിലോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ ഇതെല്ലാം പിന്നിൽ കളിച്ചത് ശ്യാമാണെന്നുള്ള കാര്യം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ, നമ്മുടെ ഒരു കടുത്ത തീരുമാനം തന്നെ നമ്മുടെ ശ്രുതി എടുക്കുന്നുണ്ട്. എന്തായാലും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, അശ്വിൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശ്രുതിയും ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു അശ്വിൻ്റെയും ശ്രുതിയുടെയും നമ്മുടെ പ്രീതിയുടെയും ആകാശിൻ്റെ ഒക്കെ ജീവിതത്തിൽ, അഞ്ജലിയുടെയൊക്കെ ജീവിതത്തിൽ
മറ്റൊരാളും കൂടി കടന്നു വരുവാണ്. ഒരു പുതിയൊരു കഥാപാത്രമാണ്. പക്ഷെ കഥാപാത്രത്തിന്റെ പേരെന്താണെന്നോ പേര് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ലക്ഷ്മി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പക്ഷെ ആരാണെന്നോ, അവരൊരു പോലീസ് ഓഫീസറാണെന്ന് മാത്രം. ലക്ഷ്മി എന്നാണ് പേര്, ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ എന്താണ് അവർക്ക് പ്രാധാന്യമെന്നോ അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല ആ ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രമോ ഒന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എന്തായാലും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും ലക്ഷ്മി കാരണം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അശ്വിനെ കസ്റ്റഡിയിൽ എടുത്ത സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തിനായിരിക്കും അശ്വിനെ കസ്റ്റഡിയിൽ എടുത്തത്? ഇതിന്റെ പിന്നിൽ കളിച്ചത് ശ്യാമാണെന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? ശ്രുതിക്ക് അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? എന്തായാലും ഇതൊരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ, അതോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ബൈ.